ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സൊല്യൂഷൻസ് ആൻഡ് വ്യൂസ്. ഇന്നൊരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ക്രാഫ്റ്റ് ആണ്. ക്രിസ്മസ് ട്രീ, അതും പേപ്പർ ഉപയോഗിച്ച്. ഞാനിവിടെ ഒരു ഗ്രീൻ കളർ A4 ഷീറ്റ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. കളർ പേപ്പർ ഇല്ലാത്തവർക്ക് നമ്മൾ എഴുതിയ പഴയ നോട്ട്ബുക്കിലെ പേജസ് ഒക്കെ എടുക്കാം. അതിൽ ഗ്രീൻ കളർ പെയിന്റ് കൊടുത്താലും മതി. ഈ പേപ്പർ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്ത് സ്കെയിൽ ഉപയോഗിച്ച് കട്ട് ചെയ്യാം. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ച ഈ പേപ്പർ സിഗ്സാഗിൽ ഫോൾഡ് ചെയ്യുക. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പേപ്പർ ഫാൻ പോലൊക്കെ ചെയ്യുമായിരുന്നില്ലേ, അതേ സംഭവം തന്നെ. ഇതുപോലെ സിഗ്സാഗ് ആക്കി ഫോൾഡ് ചെയ്തെടുക്കുക. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ചെറുതായിട്ട് വേണം ഫോൾഡ് ചെയ്യാൻ. അധികം വീതിയിൽ ഫോൾഡ് ചെയ്യരുത്, അപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാകില്ല. ഇതുപോലെ വളരെ ചെറുതായിട്ട് വേണം ഫോൾഡ് ചെയ്യാൻ. ഈ ഒരു സംഭവം നമ്മൾ എല്ലാവരും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എന്തായാലും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ സിഗ്സാഗിൽ ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം രണ്ടറ്റവും വി ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക. യു ഷേപ്പിൽ കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ വി ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ രണ്ടറ്റവും കൂടി ഒരുമിച്ച് വെച്ച് ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി ഇതുപോലെ ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒരു ക്ലോത്ത് പിൻ ഉപയോഗിച്ച് പ്രസ് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും. ഞാൻ ഒരു പേപ്പർ ഫാൻ കൂടി ഉണ്ടാക്കുന്നത് കാണിക്കാം. ഫോൾഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ചെറുതായിട്ട് വേണം ഫോൾഡ് ചെയ്യാൻ, എന്നാലേ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇതുപോലെ ഒരു സെമി സർക്കിളായിട്ട് കിട്ടും. ഞാനിവിടെ കുറച്ചധികം പേപ്പർ ഫാൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കട്ടിയുള്ള വല്ല പഴയ ബുക്കിന്റെ ചട്ടയോ ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ കട്ടിയുള്ള വല്ല ബ്രോഷറോ മാഗസിനോ എടുത്തിട്ട് കോൺ പോലെ ചുരുട്ടിയെടുക്കുക. നമ്മൾ കപ്പലണ്ടിക്കൊക്കെ പൊതിയുന്നത് പോലെ ഒരു കോൺ ഷേപ്പ് ആക്കി എടുക്കുക. ഗ്ലൂ ഉപയോഗിച്ച് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഒരു മാസ്കിംഗ് ടാപ്പ് വെച്ചിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അടിവശം ഒന്ന് കട്ട് ചെയ്തിട്ട് ലെവൽ ചെയ്ത് കൊടുക്കണം. ഞാൻ ഈ കോണിന്റെ മുകളിൽ ഒരു ഗ്രീൻ കളർ പേപ്പർ കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ പേപ്പർ ഫാൻസ് ഒക്കെ ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ വൈറ്റ് കളർ കാണാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഗ്രീൻ കളർ പേപ്പർ ഒട്ടിച്ചു കൊടുക്കണം നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ തയ്യാറാക്കി വെച്ച പേപ്പർ ഫാൻസ് ഒക്കെ ഓരോന്നായിട്ട് ഈ കോണിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ താഴേക്ക് വരുന്ന വിധത്തിൽ വേണം ഒട്ടിച്ചു കൊടുക്കാൻ, എന്നാലേ ആ ട്രീയുടെ ഒരു ലുക്ക് നമുക്ക് കിട്ടുള്ളൂ. ഗ്ലൂ ഗണ്ണ് തന്നെ വേണം നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. ഞാനിവിടെ പെട്ടെന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗ്ലൂ ഗണ്ണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ ഗ്ലൂ ഉപയോഗിച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം.
പേപ്പർ ഫാൻസും ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ട്രീ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ കുറച്ച് മാലമണികളാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. തെർമോകോൾ ബോൾസോ എന്താണെന്ന് വെച്ചാൽ എടുക്കാം. അങ്ങനെ നമ്മുടെ ട്രീ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സ്റ്റാറിന്റെ കുറവുണ്ട്. നമുക്കൊരു സ്റ്റാർ കൂടെ വെച്ചു കൊടുക്കാം. സ്റ്റാർ ഉണ്ടാക്കുന്ന വിധം ഞാൻ അടുത്ത വീഡിയോ ഇടാം. ഈ സ്റ്റാർ ക്രിസ്മസ് ട്രീയുടെ ഏറ്റവും മുകളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ക്രിസ്മസ് ട്രീ? അടിപൊളിയായി കിട്ടിയില്ലേ? ഇത് ക്രിസ്മസിന് പുൽക്കൂട് ഉണ്ടാക്കുമ്പോൾ അതിൽ വെക്കാം. ക്രിസ്മസ് കഴിയുന്നത് വരെ ഇനി നമ്മൾ ക്രിസ്മസിന്റെ ക്രാഫ്റ്റ് വീഡിയോ ആയിരിക്കും അപ്ലോഡ് ചെയ്യുക. എല്ലാവർക്കും സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ വേസ്റ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന ക്രാഫ്റ്റുകളായിരിക്കും. ഈ ക്രാഫ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ക്രാഫ്റ്റാണ്. ഇത് നിങ്ങളുടെ ക്രിസ്ത്യൻ ഫ്രണ്ട്സിനോ നെയ്ബറിനോ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ കൈകൊണ്ടുണ്ടാക്കിയ സാധനങ്ങൾ കൊണ്ട് നമ്മുടെ വീട് ക്രിസ്മസിന് ഡെക്കറേറ്റ് ചെയ്യാൻ കഴിയുമ്പോൾ ഒരു സന്തോഷമല്ലേ? അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണേ. എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്ത നല്ലൊരു ക്രിസ്മസ് ക്രാഫ്റ്റുമായി കാണുന്നത് വരെ ബൈ ഫ്രം സൊല്യൂഷൻസ് ആൻഡ് വ്യൂസ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാപ്പി ക്രാഫ്റ്റിംഗ്.